أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുത്തീൻ ആയത് നമ്പർ 1 മുതൽ 4 വരെ. പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അത്തിയും ഒലീവും കൊണ്ട് സത്യം, സീനായ് മലയെ കൊണ്ട് സത്യം, നിർഭയമായ ഈ പട്ടണത്തെ കൊണ്ടും സത്യം. ഈ ആയത്തുകളുടെ വിശദീകരണം തഫ്സീർ കബീർ അൽ മുസ്ലിമൗദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ്. മുൻപോട്ട് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തുകൾക്ക് മറ്റു മുഫസ്സിർമാർ നൽകിയ അർത്ഥങ്ങളെക്കുറിച്ച് പരാമർശിച്ച് ഫതഹുൽ ബയാനിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്ന ഭാഗത്തിൻ്റെ തുടർച്ചയാണ് കേൾപ്പിക്കുന്നത്. ഹുസൂർ പറയുന്നു, അധികവും രാജ്യങ്ങളിൽ ഈ വസ്തുക്കൾ, അത്തിപ്പഴവും ഒലീവുമെല്ലാം കറികളുണ്ടാക്കുന്നതിനും മിനുക്കത്തിനും മരുന്നുകൾക്കുമെല്ലാമായാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇവിടെ ഈ സൂറത്തിൽ വത്തീനി വസ്സൈത്തൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് അടയാളം എന്നോണമോ അല്ലെങ്കിൽ ഉപമ രീതിയിലോ അല്ല വിവരിച്ചിട്ടുള്ളത്. മറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യർ ഭക്ഷിക്കുന്ന അതേ അത്തിപ്പഴവും അതുപോലെ സൈത്തൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അച്ചാറുണ്ടാക്കാനും അതുപോലെ തന്നെ കറികൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന ഒലീവിനെ കുറിച്ചുമാണ്. ഒലീവ് നമ്മുടെ ഇവിടെ അച്ചാറുകളിൽ സാധാരണ എണ്ണയും സുർക്കയുമെല്ലാമാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ പാശ്ചാത്യ നാടുകളിൽ സാധാരണ ഒലീവിൻ്റെ എണ്ണയാണ് അച്ചാറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുള്ളത്. മുമ്പോട്ട് ഹുസൂർ മറ്റു മുഫസ്സിർമാരുടെ ഈ വാക്കുകൾക്ക് മറ്റു മുഫസ്സിർമാർ നൽകിയ അർത്ഥങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് മുമ്പോട്ട് പറയുന്നു, വഖാല ഇബ്നു സൈദിൻ ലമസ്ജിദുൽ അഖ്സ. ലഹാക്ക് പറയുന്നത് തീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മസ്ജിദ് ബൈത്തുൽ ഹറാമാണെന്നും അതുപോലെ സൈത്തൂൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മസ്ജിദ് അക്സയുമാണെന്നാണ്. അതുപോലെ ഖതാദ പറയുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിക്കാൻ ഉപയോഗിച്ച പർവ്വതമാണെന്നും അതുപോലെ അക്രമ അതുപോലെ തന്നെ കഅബൽ അഹ്ബാർ എന്നിവർ പറയുന്നത് ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസ് ആണെന്നും പറയുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ റിവായത്തിൽ ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫലസ്തീൻ്റെ ചില ഭാഗങ്ങളാണെന്നുമുണ്ട്. അതുപോലെ മറ്റൊരു റിവായത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസ് ആണെന്നും ഉണ്ട്. ഫതഹുൽ ബയാനിയുടെ രചയിതാവ് ഇക്കാര്യങ്ങളെല്ലാം പരാമർശിച്ചതിനു ശേഷം എഴുതുന്നത്, എനിക്ക് വളരെ ആശ്ചര്യം തോന്നുന്നു. എൻ്റെ ചിന്തയിൽ ഇക്കാര്യം ഉൾക്കൊള്ളുന്നില്ല. ഇത്രയും വലിയ വലിയ ഇമാമിങ്ങൾ അറബി ഭാഷ നിഘണ്ടുവിൽ നിന്ന് തീനും സൈത്തൂനും എന്ന വാക്കുകളുടെ യഥാർത്ഥ അർത്ഥത്തെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു അർത്ഥങ്ങൾ എങ്ങനെ സ്വീകരിച്ചു, അതുപോലെ നിഗമനങ്ങളിൽ നിന്ന് വിദൂരപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം എങ്ങനെ നൽകി, യുക്തിയുടെയോ പ്രകടമായ ഉദാഹരണങ്ങളുടെയോ ഒന്നും തന്നെ പിന്തുണയില്ലാത്ത ഇത്തരം ചിന്താഗതികളിലേക്ക് ഇവരെ എങ്ങനെ നയിക്കപ്പെട്ടു എന്നീ കാര്യങ്ങൾ ആലോചിച്ച് ഞാൻ വളരെ ആശ്ചര്യപ്പെടുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത് ഇബ്നു ജരീരിനെ കുറിച്ചാണ്. ഇബ്നു ജരീർ ഒരു വലിയ മുഫസ്സിറും മുഹദ്ദിസുമാണ്. അദ്ദേഹത്തിൻ്റെ
യിട്ടുള്ള അഭിപ്രായങ്ങൾ, യുക്തിയുടെ അടിസ്ഥാനത്തിലുള്ള പല അഭിപ്രായങ്ങളും വളരെ നിലവാരമുള്ളതാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹം സൈത്തൂൻ, തീൻ അല്ലെങ്കിൽ വത്തീൻ, സൈത്തൂൻ എന്നീ വാക്കുകൾക്ക് നൽകിയ അർത്ഥം ഒന്ന് ബൈത്തുൽ മുഖദ്ദസ്, അതല്ലെങ്കിൽ ഫലസ്തീൻ്റെ ഭാഗങ്ങൾ എന്നാണ്. റിവായത്ത് നൽകുന്ന കാര്യത്തിൽ റാവി എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന് വലിയ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ്. അതായത് അറിവിലും പാണ്ഡിത്യത്തിലും ഇത്രയും വലിയ സ്ഥാനമുള്ള ഒരു വ്യക്തി അത്തിപ്പഴത്തിനും ഒലീവിനും സാധാരണ നൽകേണ്ട അർത്ഥങ്ങൾ നൽകാതെ മറ്റു ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അർത്ഥങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി വിശദീകരണം വരും ദിവസങ്ങളിലെ ദർസിൽ കേൾപ്പിക്കുന്നതാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വബാരിക് വസല്ലി ഇന്നക ഹമീദും മജീദ്. ജസാക്കുമുല്ലാഹ്.